പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ വിജയപരാജയങ്ങളെ നിർണയിക്കുന്നതിൽ പ്രധാന പങ്ക് നമുക്ക് തന്നെയാണ്. അത് മറ്റൊരാൾക്ക് കൊടുക്കേണ്ട കാര്യമില്ല. കാരണം ജീവിതം എന്നുള്ളത് നിൻ്റെയോ അതല്ലെങ്കിൽ എൻ്റെയോ ആണ്. അപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ വിജയപരാജയങ്ങളിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സ്വാഭാവികമായും പ്രാവർത്തിക തലത്തിൽ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അതിൽ സുപ്രധാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ട, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ ഒന്ന്, വളരെ ലാഘവത്തോടുകൂടെ നമ്മൾ നോക്കിക്കാണുന്ന ഒരു കാര്യം കൂടിയാണ് ഈ പറയാൻ പോകുന്നത്. വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. പരാതികൾ പറയുന്നൊരു സ്വഭാവം. എന്തിനും നമ്മൾ നിരന്തരം നിരർത്ഥകമായിട്ടും അല്ലാതെയൊക്കെ നമ്മൾ പരാതികൾ പറയാം. എൻ്റെ ജീവിതത്തിൻ്റെ പരാജയങ്ങൾക്ക് കാരണം ഇന്നതാണ്, അല്ലെങ്കിൽ ഞാൻ ഈ കാര്യത്തിൽ പരാജയപ്പെടാൻ കാരണം ഇന്നതാണ് എന്നൊക്കെ നിരന്തരം പറഞ്ഞുകൊണ്ടേയിരിക്കുക. അത് ഒരിക്കലും ഒരു നല്ലൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, നല്ലൊരു മൈൻഡ് സെറ്റുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അഭികാമ്യമായിട്ടുള്ള ഒരു കാര്യമല്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അതുപോലെ തന്നെ മറ്റുള്ളവരെ കുറ്റം പറയുക. നമുക്ക് പരാതികൾ പറയുന്നതിനോടുകൂടെ തന്നെ മറ്റുള്ളവരെ കുറ്റം പറയാൻ പറ്റുന്നതായ സാഹചര്യം ഉണ്ടല്ലോ. പരാതികൾ പറയാം, മറ്റുള്ളവരുടെ പരാതികൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഇന്ന കാര്യം ഉണ്ടായതുകൊണ്ടാണ് ഇന്നതുണ്ടായെന്ന് ഇങ്ങനെ പറയാം. അതിനോടുകൂടെ തന്നെ മറ്റുള്ളവർ കുറ്റവും പറയാം. നിരന്തരമായിട്ട് നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറയുന്ന ഒരു സ്വഭാവത്തിലേക്ക് മാറുന്നത് ശരിയല്ല. നമ്മൾ ഒരാളെ കുറ്റം പറയാൻ പറ്റുന്ന സാഹചര്യവും സമയവും സന്ദർഭവും ഒരുങ്ങി വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ മനസ്സുകൊണ്ട് തന്നെ നമ്മളത് ചിന്തിക്കുമ്പോൾ, നമ്മൾ സ്വന്തമായി നമ്മളിലേക്ക് തന്നെ മടങ്ങിയിട്ട് ഇല്ല, ഞാൻ ആ കുറ്റം ഞാൻ പറയാൻ പോകുന്നില്ല, കാരണം അതെനിക്കോ സമൂഹത്തിനോ സമുദായത്തിനോ ഉപകരിക്കുന്ന ഒരു കാര്യമല്ല, അതുകൊണ്ട് തന്നെ ഞാനത് പറയില്ല എന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുക. ഈ പരാതികളില്ലാതെ, കുറ്റം പറച്ചിലുകളില്ലാതെ ഒരാഴ്ച നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയാൽ തന്നെ നമ്മുടെ ജീവിതത്തിന് വല്ലാത്ത ഒരു പരിമളം ലഭിക്കുന്നതായിട്ട് നമുക്ക് ബോധ്യപ്പെടും. മറ്റൊന്ന്, മറ്റുള്ളവർക്കെല്ലാം നന്മയുണ്ടാകണം. എന്നെപ്പോലെ തന്നെ മറ്റുള്ളവർക്കും നന്മയുണ്ടാകണം. ഞാൻ ആഗ്രഹിക്കുന്ന അഭിലാഷങ്ങളെല്ലാം മറ്റുള്ളവരിലും കാണണം. മറ്റുള്ളവർക്കും എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകുമ്പോൾ ഞാൻ അതിൽ അദമ്യമായി ആനന്ദിക്കണം. അവർക്കുണ്ടാകുന്നതായ അനുഗ്രഹങ്ങളിൽ വല്ലാതെ കണ്ടുകൊണ്ട് ഞാൻ സന്തോഷിക്കണം. മനസ്സിലായോ? മറ്റുള്ളവർക്ക് നന്മ വരുന്നതിന് വേണ്ടി ദൈവത്തിനോട് പ്രാർത്ഥിക്കണം. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നാൽ തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ നൈരന്തര്യങ്ങൾ നല്ല സബര്യ പോലെ ഒഴുകുന്ന നദി പോലെ ശുദ്ധമാകും. നമ്മുടെ ജീവിതം വളരെ ശോഷിച്ചതും വളരെ ചുരുങ്ങിയതുമാണെന്ന് നമുക്ക് എല്ലാവർക്കും ബോധ്യമുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ വിജയം വളരെ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ നമുക്ക് ഒരാൾ ഒരു ഉപകാരം ചെയ്താൽ അവരോട് നന്മയോടുകൂടെ, ഒരു നന്ദിയോടുകൂടെ ഉള്ളതായ ഒരു പ്രതിഫലനം നമ്മുടെ ജീവിതത്തിൽ നിന്ന് അവർക്ക് ബോധ്യപ്പെടണം. അതിനൊരു നന്ദി പറയുക, നന്ദി വാക്ക് പറയുക, ഒരു താങ്ക് യു പറയുക, ദൈവത്തോടും നന്ദി പറയുക. ദൈവത്തോട് എന്നെ സൃഷ്ടിച്ചതും എനിക്ക് തന്നതായ അനുഗ്രഹങ്ങളിലും നന്ദി പറയുക. എത്രയോ രോഗാതുരായി കിടക്കുന്ന എത്രയോ പേരുണ്ട്. അവരിൽ നിന്നെല്ലാം വിഭിന്നമായി നല്ലൊരു ജീവിത സാഹചര്യങ്ങൾ എനിക്ക് നൽകിയില്ല എന്ന് കരുതിക്കൊണ്ട് ദൈവത്തോട് നന്ദി പറയുക. അതുപോലെ ആരെങ്കിലും നമ്മളെ സഹായിച്ചാൽ അവരോടൊരു താങ്ക് യു എന്ന് അറ്റ്ലീസ്റ്റ് പറയാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നല്ല കാര്യഗൗരവത്തോടുകൂടെ, സ്ഥിരതയോടുകൂടെ, സ്ഥൈര്യത്തോടുകൂടെ തീരുമാനങ്ങൾ എടുക്കുക. തീരുമാനങ്ങളിൽ 2 വട്ടം ആലോചിച്ചതിന് ശേഷം നല്ലൊരു തീരുമാനത്തിലേക്ക് എത്തുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത്തരത്തിൽ നമ്മൾ ലാഘവത്തോടുകൂടി കാണുന്ന പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് ചോദ്യചിഹ്നമായിട്ട് വരികയും പിന്നീട് അതിൻ്റെ ഉത്തരങ്ങൾ തേടി പോകുമ്പോൾ വല്ലാത്ത രീതിയിൽ നമ്മൾ പരാജയങ്ങളിലേക്ക് പോവുകയും ചെയ്യും. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ മറ്റൊരാളെ കുറ്റം പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ പരാതികൾ പറഞ്ഞുകൊണ്ട് ചെയ്തതായ നന്മകൾക്ക് നന്ദി പറയാതെ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയാൽ വളരെ വലിയ ഭവിഷ്യത്ത് നമ്മളിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാത്തിനും നന്ദി പറഞ്ഞ്, പരാതികൾ പറയാതെ, കുറ്റങ്ങൾ പറയാതെ നല്ലൊരു ജീവിതം നയിക്കാൻ എല്ലാവർക്കും നാഥൻ അനുഗ്രഹങ്ങൾ ചൊരിയട്ടെ എന്ന് മാത്രം
ഈ സമയത്ത് ഉണർത്തുന്നു. ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ നിർത്തട്ടെ.